ഹലോ ഗൈസ്, നമുക്ക് ഇറ്റലിക്ക് ഒരു ട്രിപ്പ് പോയാലോ? അപ്പോൾ നമുക്ക് ട്രെയിൻ പിടിച്ചിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. എയർപോർട്ടിലെത്തി. ഇനി എയർപോർട്ടിൽ നിന്ന് നമ്മൾ പ്ലെയിൻ കണ്ടുപിടിച്ച് നമ്മൾ പോകണം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കൂ ഗൈസ്, എന്ത് ഭംഗിയാണെന്ന്. അങ്ങനെ അവസാനം നമ്മൾ ഇറ്റലിയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. ഇത് റോമിലുള്ളൊരു എന്താണ് ബെഡ് സ്പേസ് പോലത്തെ ഉള്ളൊരു സ്ഥലമാണ്, കണ്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഹായ്. അപ്പോൾ ഈ ഹോം സ്റ്റേയിൽ നമ്മൾ നിൽക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് ഒരു നൈറ്റിന് നമ്മൾ 20 euros ആണ് കൊടുക്കേണ്ടത്. അതൊരു ബെഡ് സ്പേസ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇങ്ങനെ ഇവിടുത്തെ മലയാളീസ് തന്നെ നടത്തുന്ന ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സംഭവം. അപ്പം രാത്രി ഇവിടെ അത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. രാത്രി വല്ലതും കഴിക്കണമല്ലോ. രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്, രാത്രിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഒരു കട അന്വേഷിച്ച് കിടക്കണം. അപ്പോൾ നമ്മളിവിടെ കടയിലെത്തി. നമുക്ക് ഒരു ബ്രെഡ് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്തില്ല, കിച്ചണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഗൈസ്. ഈ ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കുത്തണം. ഓക്കെ, നമ്മൾ കുത്താൻ പോകണം. നമുക്ക് ടിക്കറ്റ് അടിച്ച് കിട്ടി, കണ്ടോ. പിന്നെ നമുക്ക് 1.5 മണിക്കൂർ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പുതിയ ടിക്കറ്റ് എടുക്കണം, കണ്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കിട്ടിയതാണിത്. 8:40 വരെ ഇനി ഇത് വാലിഡ് ആയിട്ടുള്ളൂ. നമ്മൾ ബസ് ഇറങ്ങി, നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഇനി മെട്രോ കയറാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. കണ്ടോ ഗൈസ്, നമ്മളൊരു ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ഒരു ടിക്കറ്റ് ഉണ്ട്, കണ്ടോ. ഈ ആരോ ഉണ്ടോ, ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകണം. ടേക്ക് ഇറ്റ് ആൻഡ് ഗോ. നമുക്ക് ഈ മാപ്പ് ഇവിടെ ഇത് നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോകേണ്ടത്, വഴി തെറ്റൊക്കെ ആണെങ്കിൽ കണ്ടോ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ട്രെയിൻ കയറാൻ പോണ്. ഭയങ്കര തിരക്കാണ് ഗൈസ് ട്രെയിനിൽ. അല്ല, മെട്രോ. ട്രെയിൻ തിരക്ക് കുറവാ. ഇന്നൊരു റെയിനി ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ സൈഡിൽ ഇങ്ങനെ കൊന്തൊക്കെ നിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിനുണ്ട്. ഫസ്റ്റ് നമ്മൾ കയറുന്ന സമയത്ത് ചെക്ക് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ വത്തിക്കാൻ സിറ്റി, ആ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിൽ കയറുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ബാഗ് സംഭവങ്ങളൊക്കെ നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ സെക്യൂരിറ്റി ചെക്കിൻ ചെയ്യില്ലേ, അതുപോലെ നമ്മൾ ചെക്കിൻ ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കണം ഗൈസ്. അപ്പോൾ ഇതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. സുഹൃത്തുക്കളെ, എന്ത് വലിയ പില്ലേഴ്സാണെന്ന് നോക്കൂ നിങ്ങൾ. ഒയ്യോ, മനുഷ്യന്മാരൊക്കെ ഇതിൻ്റെ പകുതിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻറ്റ് പീറ്റർ എന്ന് വെച്ചാൽ ഈശോയുടെ ഒരു അപ്പസ്തോലൻ. സെൻറ്റ് പീറ്ററിൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഡോംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൈക്കലാഞ്ചലോ ആണ്. ഇതെന്ത് വലുതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ആടാ മുകളിലെ ആൾക്കാർ കുഞ്ഞിതായി നടന്നു വന്നാണ്ട് ഉറുമ്പ് പോലെ.
ഗ്ലാസിൻ്റെ കസേര. അയ്യോ, മൈക്കൽ ആഞ്ചലോൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചറില്ലേ പിയത്ത, ആ ഒരു സ്കൾപ്ചർ ഈ ബസിലിക്കയുടെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് അത്രയും മൈക്കൽ ആഞ്ചലോ 24 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നപ്പോൾ എടുത്ത് ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചറാണത്, പ്രതിമ. ഗൈസ്, അപ്പോൾ ഇതാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അപ്പോൾ ഇവിടെ എവിടെയാണ് മാർപ്പാപ്പ ഇങ്ങനെ വരാറ്, ഏതൊരു ജനലയിലാണ് എഴുതണം. സോ ഇതാണ് ഗൈസ് വത്തിക്കാൻ സിറ്റി. സോ നിങ്ങൾ നോക്കിയാൽ കാണാം, ഉണ്ടോ ഈ തൂണുകൾ 3 ആയിട്ട് കാണാം. ഒന്നിൻ്റെ പുറകിൽ വേറെ 2 കൂടി ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 4 തൂണുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെൻറ്റർ ഓഫ് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നാൽ നമുക്ക് ഈ 3-4 തൂണുകളെല്ലാം ഒറ്റൊരെണ്ണമായിട്ട് കാണാൻ പറ്റും. അതാണ് ദി വൈറ്റ് മാർക്ക്, കണ്ടോ, സെൻട്രോ ഡി കൊളോണ എന്തോ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇപ്പം എല്ലാം ഒറ്റൊരു തൂണാണ്. അതിവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്. നമ്മൾ ടിക്കറ്റ് ഇല്ലേ, ബസ് ടിക്കറ്റ് സംഭവങ്ങളൊക്കെ അതെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കടകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കടയാണിത്. തബാക്കിന്ന് എഴുതി വയ്ക്കും, കണ്ടോ. നോക്കൂ ഗൈസ്, നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ കുഞ്ഞു കടയിലൊക്കെ നമുക്ക് പോയാൽ നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ ഗൈസ്, ഞാൻ 7 യൂറോയ്ക്ക് ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തു. ഇതെന്താണെന്ന് വെച്ചാൽ 24 hours ഇത് വാലിഡാണ്, ടൂറിസ്റ്റ് ടിക്കറ്റാണ്. നമുക്ക് ഇത് പക്ഷേ നമ്മൾ സ്റ്റാമ്പ് ചെയ്യണം, കണ്ടോ, ടിക്കറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ് ടു വാലിഡേറ്റ്. നമ്മളവിടെ പോയി സ്റ്റാമ്പ് ചെയ്യണം. 24 hours നമുക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷെ മറ്റേ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് ടിക്കറ്റാണെന്നറിയോ, പക്ഷേ ഈ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് 1.50 ആണ് ഇതിന് വില, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ, കണ്ടോ. പക്ഷേ ഇത് 1.5 മണിക്കൂറേ വാലിഡ് ആയിട്ടുള്ളൂ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പാർട്ട് 2 കാണിക്കാം, വീട് ഭയങ്കര ലോങ് ആവുന്നത് കൊണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്.